ഒരിക്കലും റദ്ദാക്കാൻ കഴിയാത്ത ജീവിതാവസാനം വരെ നീളുന്നൊരു കരാർ. ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും കേൾക്കുമ്പോഴൊരു ചെറിയ പേടി തോന്നാമല്ലേ? അതെ അതെ, തീർച്ചയായും. പക്ഷേ കത്തോലിക്ക സഭ വിവാഹമെന്ന കൂദാശയെ കാണുന്നത് അങ്ങനെയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള ചർച്ചയിൽ നമ്മൾ പരിശോധിക്കുന്നത് സഭയുടെ കാറ്റക്കിസം രേഖകളാണ്. അതായത് 1601 മുതൽ 1666 വരെയുള്ള ഖണ്ഡികകൾ. ഇതൊരു വെറും നിയമപുസ്തകമല്ല. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള വളരെ വിശാലമായ കാഴ്ചപ്പാടുകളാണ് ഇതിലുള്ളത്. ശരിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ രേഖകൾ പ്രകാരം സഭയുടെ കണ്ണിൽ വിവാഹം എന്നത് വെറും ഒരു സാമൂഹിക ഏർപ്പാടല്ല, അല്ലേ? അല്ലല്ല, ഒരിക്കലുമല്ല. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിവാഹം മനുഷ്യർ അവരുടെ സൗകര്യത്തിനായി ഉണ്ടാക്കിയതല്ല. അത് ദൈവം നേരിട്ട് ഡിസൈൻ ചെയ്ത സംവിധാനമാണ്. ഓ, അതായത് നമ്മുടെ മനുഷ്യപ്രകൃതിയിൽ തന്നെ എഴുതി ചേർക്കപ്പെട്ടൊന്ന്. അതെ, കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നുകയാണ്. ദൈവം സ്ഥാപിച്ച ഈ ഒറിജിനൽ പ്ലാനിനെ വളരെ പെർഫെക്റ്റായ ഒരു സോഫ്റ്റ്വെയർ കോഡ് പോലെ എടുത്താൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യബന്ധങ്ങളിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഈ രേഖകളിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ പാപവും സ്വാർത്ഥതയും ഒരു വൈറസ് പോലെ ഇതിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന്. അതെ. അപ്പോ ഈ വൈറസിനെതിരെയുള്ളൊരു മരുന്നാണോ വിവാഹം? അതോ വിവാഹം തന്നെ ഈ വൈറസിന്റെ ഇരയായി മാറുകയാണോ? ആ സോഫ്റ്റ്വെയർ ഉപമ വെച്ച് തന്നെ പറയാം. മനുഷ്യൻ സ്വാഭാവികമായും സ്വാർത്ഥനാണ്. സ്വന്തം സുഖം മാത്രം നോക്കുന്ന ആ പ്രവണതയുണ്ടല്ലോ. അതെ, അതാണ് നിങ്ങൾ പറഞ്ഞ ആ വൈറസ്. എന്നാൽ പാപത്തിന് ശേഷമുള്ള വിവാഹം പ്രവർത്തിക്കുന്നത് ശരിക്കും ഈ വൈറസിനുള്ള കൃത്യമായൊരു മരുന്നായിട്ടാണ്. ഓ, അതായത് എപ്പോഴും ഞാൻ എന്റെ സുഖം എന്ന് ചിന്തിക്കുന്ന ഒരാളെ തന്റെ പങ്കാളിക്കു വേണ്ടി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അതെ, വിട്ടുവീഴ്ച ചെയ്യാനും അഹംഭാവം മാറ്റിവെക്കാനും ഈ ബന്ധം സഹായിക്കുന്നു. പരസ്പര സഹായത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള ഒരു പരിഹാരമായിട്ടാണ് സഭ ഇതിനെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെയാണ് പങ്കാളികളുടെ പൂർണ്ണ സമ്മതം വരുന്നത്, അല്ലേ? തീർച്ചയായും. ഫ്രീ കൺസെന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ ഒരു നിമിഷം, ഒരാൾ കുടുംബത്തിന്റെയോ മറ്റോ സമ്മർദ്ദം കാരണം നിർബന്ധിതനായി വിവാഹം കഴിച്ചാൽ സഭയുടെ കണ്ണിൽ അത് എന്താകും? അവിടെയാണ് സഭയുടെ നിലപാട് വളരെ കർശനമാകുന്നത്. ബാഹ്യമായ യാതൊരു സമ്മർദ്ദങ്ങളുമില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള സമ്മതമില്ലെങ്കിൽ അവിടെ വിവാഹമെന്നൊന്നും നടക്കുന്നില്ല. ആണോ? അപ്പോ ആ ബന്ധം അസാധുവാണല്ലേ? അതെ, തികച്ചും അസാധുവാണ്. ഈ പൂർണ്ണ സമ്മതമാണ് വിവാഹത്തെ സാധുവാക്കുന്ന ഒരേയൊരു താക്കോൽ. ആ താക്കോൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം അഭേദ്യമായി മാറി. അതായത് സമ്മതം നൽകുന്നതോടെ ആ പെർഫെക്റ്റ് കോഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. അത് പിന്നെ മാറ്റാൻ പറ്റില്ല. കൃത്യമായി പറഞ്ഞാൽ അതെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന തത്വമാണ് പിന്നെ അവിടെ വരുന്നത്. മനസ്സിലായി. ഒരിക്കൽ ആ സ്വതന്ത്ര സമ്മതം നൽകിക്കഴിഞ്ഞാൽ അത് റദ്ദാക്കാൻ മനുഷ്യർക്കോ അധികാരികൾക്കോ കഴിയില്ല. ആ ബന്ധം ജീവിതാവസാനം വരെ നിലനിർത്താനുള്ളൊരു എക്സ്ട്രാ സപ്പോർട്ട് അഥവാ ആത്മീയ കൃപ ക്രിസ്തു തന്നെ അവർക്ക് നൽകുന്നു. കേൾക്കാൻ വളരെ മനോഹരമായ രാശിയമാണിത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ സങ്കീർണതകളിലേക്ക് വരുമ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമാണ്? എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോൾ വിവാഹമോചനം നേടി പിന്നീട് സിവിൽ വിവാഹം കഴിച്ചവരുണ്ട്. അതുപോലെ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള മിശ്രവിവാഹിതരുണ്ട്. ഇതൊക്കെ ഒരു വലിയ കൊടുങ്കാട്ടിൽ കപ്പലോടിക്കുന്നത് പോലെ സങ്കീർണമല്ലേ? അവരെ സഭ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഈ രേഖകൾ വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ് ഇതിനെ സമീപിക്കുന്നത്. ഉദാഹരണത്തിന്, വിവാഹമോചനം നേടി വീണ്ടും വിവാഹം കഴിച്ചവർക്ക് കുർബാന സ്വീകരിക്കാൻ കഴിയില്ല. ഓ, അതിന് കാരണമുണ്ടല്ലോ അല്ലേ? അതെ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ അഭേദ്യമായ ഒറിജിനൽ ആത്മീയ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സഭയുടെ വിശ്വാസം. പക്ഷെ അതിനർത്ഥം അവരെ സഭയിൽ നിന്ന് പുറത്താക്കിയെന്നല്ല കേട്ടോ. അതായത് അവരെ ഒറ്റപ്പെടുത്തുന്നില്ല? ഇല്ല, അവർക്ക് സഭയുടെ പ്രത്യേക പിന്തുണയും സ്നേഹവും തീർച്ചയായും ആവശ്യമുണ്ട്. കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിനെ സുരക്ഷിതമായി നയിക്കാൻ തന്നെയാണ് സഭ ശ്രമിക്കുന്നത്. അത് വളരെ നല്ലൊരു സമീപനമാണ്. അതെ, കാരണം കുടുംബങ്ങളെ സഭ കാണുന്നത് ഗാർഹിക സഭ അഥവാ എക്ലേസിയ ഡൊമസ്റ്റിക്ക എന്നാണ്. ഗാർഹിക സഭയോ? അതായത് ഓരോ വീടും ഒരു ചെറിയ പള്ളിയായി മാറുന്നു എന്നാണോ? തികച്ചും. സ്നേഹവും വിശ്വാസവും പരസ്പര സഹകരണവുമൊക്കെ ഒരു വ്യക്തി ആദ്യം പഠിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അതൊരു ചെറിയ സഭയാകുന്നത്. അപ്പോ കുട്ടികളില്ലാത്ത ദമ്പതികളുടെ കാര്യമോ? അവർക്കും മറ്റുള്ളവരോടുള്ള കാരുണ്യത്തിലൂടെ വളരെ അർത്ഥവത്തായ ജീവിതം നയിക്കാൻ കഴിയും.
അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത അവിവാഹിതർക്കും സമൂഹത്തിലും സഭയിലും ഒഴിവാക്കാനാവാത്ത വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ നിങ്ങൾ വിവാഹിതനോ അവിവാഹിതനോ ആകട്ടെ, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ഈ രേഖകൾ നൽകുന്ന ഉൾക്കാഴ്ച വളരെ വലുതാണ്. അതെ, സ്വന്തം സ്വാർത്ഥതകളെ മാറ്റിവച്ച് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുക എന്ന വലിയ ആശയമാണ് നമ്മളിവിടെ കണ്ടത്. ശരിയാണ്. കുടുംബമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ വിദ്യാലയമെന്ന് ഈ രേഖകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. പരസ്പരം ക്ഷമിക്കാൻ മനുഷ്യൻ ആദ്യം പഠിക്കുന്നത് ഈ വിദ്യാലയത്തിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അതൊരു വലിയ സത്യമാണ്. ആ ചിന്ത നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യത്തിലേക്കാണ്. കുടുംബം ഒരു വിദ്യാലയമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിബദ്ധതകളെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാടുകൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ മാറ്റങ്ങൾ ഭാവി സമൂഹത്തിന്റെ അടിസ്ഥാന ഘടനയെ എങ്ങനെയാകും മാറ്റിമറിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്കുള്ള ഇന്നത്തെ നമ്മുടെ ആഴത്തിലുള്ള ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.